നമസ്കാരം. ഞാൻ രവി നമ്പ്രം. എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ആരംഭനാളിൽ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞ അഥവാ ആർജിക്കാൻ കഴിഞ്ഞ ചില അറിവുകളിൽ അപൂർവം കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. അത് പറയുമ്പോൾ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഒരു ശാസ്ത്ര അധ്യാപകനല്ല, അതുപോലെ ശാസ്ത്ര ബിരുദധാരിയല്ല. ഒരു സാധാരണ അധ്യാപകൻ മാത്രമാണ്. സാധാരണമായ മിനിമം വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് ഞാൻ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിഷയം ഇതാണ്: ജീവൻ എന്നാൽ എന്ത്? ഈ വിഷയം ഇന്ന് പറയാൻ കാരണം, ഈ അവധിക്കാലത്ത് എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികൾക്ക് 150ഓളം വരുന്ന മക്കൾ, അതുപോലെ കണ്ണൂർ ജില്ലയിലെ മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെയായി ഒരു പ്രോജക്റ്റ് പ്രവർത്തനം നൽകുകയും അതിനെ സംബന്ധിച്ച് ചില വീഡിയോകൾ, ചില സൂചനകൾ ഇടുകയും ചെയ്തു. ഇടയിൽ ഈ കുട്ടികൾക്ക്, ചിലമ്പുലി കലാവിദ്യാലയത്തിലെ കുട്ടികൾക്കും ഒപ്പം ഇത് ശ്രമിക്കുന്നവർക്കും ഒരു ചെറിയൊരു വിജ്ഞാനം കൂടി ആവട്ടെ എന്ന് കരുതിയാണ് ഞാനിതിന് ശ്രമിക്കുന്നത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. വിഷയം ഇതാണ്: ജീവൻ എന്നാൽ എന്ത്? ഇതിന് വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. 1982 ഞാൻ 7ാം തരത്തിൽ മലയാളം ക്ലാസ്സിലെത്തിയപ്പോൾ മിടുക്കികൾ 2 പേരല്ല, എല്ലാവരും മിടുക്കരാണ്, ചിരിക്കുന്ന മുഖവുമായി 2 കുട്ടികൾ എന്നോട് ചോദിച്ചു, മാഷേ ജീവൻ എന്നാൽ എന്ത് എന്ന്. സത്യത്തിൽ അന്ന് എനിക്കതിന് വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു സത്യം ഇവിടെ ഓർമ്മിക്കുകയാണ്. എന്നാൽ പലരുമായി ചർച്ച ചെയ്തു, നിരന്തരം പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചില അവസരങ്ങൾ വന്നപ്പോൾ 2-3 വർഷം കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. 1985 ആ മക്കൾ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു പൊതു ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ഭാഗമായി അവർക്ക് കൃത്യമായി അതിന് വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനവും ചാരിതാർത്ഥ്യവും നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആ അന്ന് സൂചിപ്പിച്ച ചില കാര്യങ്ങളുടെ ബ്രീഫായിട്ട് മാത്രമാണ് നിങ്ങളോടിപ്പം സംസാരിക്കുന്നത്. വലിയ ക്ലാസ് രൂപത്തിൽ ഇത് അവതരിപ്പിക്കാൻ സമയം ഒരുപാട് വേണം എന്നറിയാം. അപ്പോൾ നമുക്കറിയാം, നാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ആദിയില്ല, അന്തമില്ല, എപ്പോൾ തുടങ്ങി എവിടെ എത്തിയിരുന്നു, എപ്പോൾ അവസാനിക്കുന്നെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതെല്ലാം ദൈവമുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ദൈവത്തിനും ഇരിക്കാൻ, സ്ഥിതി ചെയ്യാനൊരിടം വേണം നമുക്കറിയാം. അപ്പോൾ അതിനപ്പുറത്തും അങ്ങനെ ഒരു വലിയൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം, അവിടെ വിടാം. അപ്പം ഇങ്ങനെ ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൽ, ആ പ്രപഞ്ചത്തിൽ നമുക്കറിയാം അത് ദ്രവ്യനിബിഡമാണ് എന്നറിയാം. ആ ദ്രവ്യനിബിഡമായ പ്രപഞ്ചത്തിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കൾ പഠിക്കുന്നത് പോലെ പല കൂടിച്ചേരലുകളും വിഘടിക്കലും സംയോജനവും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ, അതുപോലെ നക്ഷത്രക്കൂട്ടങ്ങൾ, ഗാലക്സികൾ, തുടർന്നുള്ള ഗ്രഹങ്ങളിലൊന്നായ ഭൂമി, സൗരയൂഥം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ ഭൂമി എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടായിട്ട് മനുഷ്യൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് വിശദമായ പഠനം നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട അറിവ് എന്ന് പറയുന്നത്, ഈ സൗരയൂഥത്തിലെ ഭൂമി എന്ന് പറയുന്ന ഗ്രഹമുണ്ടായിട്ട് ഏതാണ്ട് 460 കോടി വർഷങ്ങൾ ആയി എന്നാണ് പറയുന്നത്. ആ ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളത് എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള അറിവ്. കാരണം ജീവനുണ്ടാകണമെങ്കിൽ ജലം വേണം എന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു തിരിച്ചറിവുണ്ട്. ഈ ഭൂമിയിൽ ജീവനുണ്ടായിട്ട് 360 കോടി കൊല്ലങ്ങൾ ആയി എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്ന സംവിധാനം അത് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷകൾ വിശകിപ്പോയാൽ ക്ഷമിക്കുക.
അപ്പോൾ ആ 360 കോടി വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ജീവൻ, ഇവിടെയാണ് ജീവൻ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. അത് നിസ്സാരമായൊരു ചോദ്യമല്ല. ജീവൻ എന്നത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടായ ഒരു സംഭവവികാസമല്ല എന്ന് നാം അറിയണം. അതിനു മുന്നേ എന്താണ് ജീവൻ എന്ന് നമ്മൾ ലളിതമായി ചിന്തിച്ചാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ ചുറ്റുപാട് കാണുന്ന പല ദ്രവ്യങ്ങൾ, പല ദ്രവ്യക്കൂട്ടങ്ങൾ, ദ്രവ്യരൂപങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ നോക്കൂ, പൂഴി, പശു, പരുത്തി, പക്ഷി, പ്ലാവ്, മേശ, ചെമ്പരത്തി, മനുഷ്യൻ, അല്ലെങ്കിൽ കല്ല്, ചെടി, ഇങ്ങനെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ 2 തരങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മക്കൾ കാണേണ്ടത്, എൻ്റെ കുട്ടികൾ ചോദിക്കുമ്പോൾ അച്ചാച്ച എന്താണ് ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണിത്. മക്കൾ അവിടെ കാണേണ്ടത്, ഞാൻ ആ പറഞ്ഞ പദകൂട്ടങ്ങളിൽ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. പൂഴി, കല്ല്, മേശ, പരുത്തി തുടങ്ങിയ പദങ്ങൾ. മറുഭാഗത്ത് പശു അഥവാ പരുന്ത്, മനുഷ്യൻ, ചെമ്പരത്തി തുടങ്ങിയ പദങ്ങൾ. ഇതെന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് വ്യത്യാസമെന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിലും, ആദ്യം പറഞ്ഞതിന് ജീവനില്ല എന്നും രണ്ടാമത് പറഞ്ഞവന് ജീവനുണ്ട് എന്നും നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ എന്താണ് ജീവൻ? അപ്പോൾ നമ്മൾ കാണേണ്ടത്, നമുക്കത് ലളിതമായി ഇങ്ങനെ ചിന്തിക്കാം. പ്ലാവ്, മേശ, വീട്ടിൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്തൊരു പ്ലാവ്, തൊട്ട് ഇറയത്ത് ഒരു മേശ. മക്കൾ ചിന്തിച്ച് നോക്കുക, ആ പ്ലാവിനെ കൊണ്ടുണ്ടാക്കിയ ഈ മേശയും ആ പ്ലാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പറയുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും. പ്ലാവ് അതേപോലെ നിൽക്കുന്നു, പ്ലാവ് കൊണ്ടുണ്ടാക്കിയ മേശ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നു, അവിടെ നിൽക്കുന്നു. അതിന് മറ്റൊന്നും സംഭവിക്കുന്നില്ല. കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത് ദ്രവിച്ചു പോകും. എന്നാൽ ഈ മേശയുണ്ടാക്കാൻ ഉപയോഗിച്ച പ്ലാവിൽ ഇനങ്ങളിൽപ്പെട്ട മറ്റൊരു പ്ലാവ്, വീട്ടിൻ്റെ മുന്നിൽ ആ തുടിയിൽ നിൽക്കുന്ന പ്ലാവ്, അതെന്ത് ചെയ്യുന്നു? അതിന് പച്ചപ്പുണ്ട്, അത് വളരുന്നുണ്ട്, അത് ചക്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. അപ്പോൾ നോക്കിയേ, മേശയുണ്ടാക്കാൻ ഉപയോഗിച്ച പ്ലാവ് യഥാർത്ഥ പ്ലാവായി നിൽക്കുമ്പോൾ ഇത് രണ്ടും വസ്തുക്കളാണ്, ദ്രവ്യങ്ങളാണ്, ദ്രവ്യക്കൂട്ടങ്ങളാണ്. അവിടെ നമ്മൾ കാണേണ്ടത് ഒരു വസ്തു, മേശ എന്ന് പറയുന്ന വസ്തു, പ്ലാവ് എന്ന് പറയുന്ന വസ്തു, അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൽ ഈ പ്ലാവ് എന്ന് പറയുന്ന വസ്തു എന്ത് ചെയ്യുന്നു? അത് സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടിൽ നിന്ന് ഊർജത്തെ സ്വീകരിക്കുന്നുണ്ട്. പ്രപഞ്ചം ഊർജ്ജ നിബിഡമാണെന്ന് പറഞ്ഞു, എല്ലാ ദ്രവ്യങ്ങളും ഊർജ്ജ നിബിഡമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വസ്തു ഊർജത്തെ സ്വീകരിക്കുന്നു, എന്നിട്ടോ അത് സ്വയം വളരുന്നു. ആ പ്ലാവ് അപ്പോൾ ഊർജത്തെ സ്വീകരിച്ച് വളരുന്നു. മാത്രമല്ല, വളരുന്നതോടൊപ്പം ആ പ്ലാവ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്വന്തം രൂപത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്ലാവായാലും മാവായാലും തെങ്ങായാലും ഒക്കെ സ്വന്തം രൂപത്തെ, മനുഷ്യനായാലും പക്ഷിയായാലും എല്ലാം സ്വന്തം രൂപത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രമേണ അത് നശിക്കുന്നു. അപ്പോൾ നോക്കൂ, ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടിൽ നിന്ന് ഊർജത്തെ സ്വീകരിച്ച് സ്വയം വളർന്ന് സ്വന്തം രൂപത്തെ പ്രത്യുൽപാദിപ്പിച്ച് നശിക്കുന്നു. ഈ പ്രക്രിയ, ഈ കാര്യങ്ങളുണ്ടല്ലോ, ഊർജ്ജം സ്വീകരിച്ച് വളർന്ന് പ്രത്യുൽപാദനം നടത്തി നശിക്കുക എന്ന് പറയുന്ന പ്രക്രിയ, ആ ചാലകമാണ് യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്നത്. വ്യക്തമായി കാണുന്നത് ഇതാണ് ജീവൻ. എന്നാൽ ഇവിടെ ഇതാണ് ജീവൻ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പെട്ടെന്ന് മതിയാക്കാൻ നിർത്തുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ ജീവൻ, ഇതാണ് ജീവനെങ്കിലും ഈ പ്രക്രിയ നടക്കുന്ന ദ്രവ്യരൂപങ്ങളെയാണ് നമ്മൾ ജീവികൾ എന്ന് പറയുക. ആ പ്രക്രിയ പ്ലാവിലത് നടക്കുന്നില്ല, അത് ജീവിയല്ല. മേശയിലത് നടക്കുന്നില്ല, അത് ജീവിയല്ല. പ്ലാവിൽ നടക്കുന്നു, അത് ജീവിയാണ്. തെങ്ങിൽ നടക്കുന്നു, തെങ്ങ് ജീവിയാണ്. പക്ഷിയിൽ നടക്കുന്നു, പക്ഷി ജീവിയാണ്. മനുഷ്യൻ നടക്കുന്നു, മനുഷ്യൻ ജീവിയാണ്. പശുവിൽ നടക്കുന്നു, പശു ജീവിയാണ്. എന്നാൽ മേശയിൽ നടക്കുന്നില്ല, അത് ജീവിയല്ല. കല്ലിൽ നടക്കുന്നില്ല, അത് ജീവിയല്ല. വിശദീകരിക്കണ്ടല്ലോ. ഇങ്ങനെ
ഈ പ്രക്രിയ നടക്കുന്ന ദ്രവ്യരൂപങ്ങളെ, ദ്രവ്യക്കൂട്ടങ്ങളെ, വസ്തുക്കളെ, വസ്തുവിൻ്റെ ആകൃതിയെ, അതെന്തോ ആവട്ടെ, അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ജീവി എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഈ ജീവി പെട്ടെന്നുണ്ടായതാണോ? വലിയൊരു ശാസ്ത്ര പാഠമാണത്. അത് വിശദീകരിക്കാനൊന്നും ഞാൻ തുനിയുന്നില്ല, ഒരുപാട് സമയം വേണം. ചുരുക്കി ഒരു ചെറിയൊരു സൂചന മാത്രം ഞാൻ തരാം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പ്രപഞ്ചം ദ്രവ്യനിബിഡമാണ്. അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ പല ദ്രവ്യങ്ങളുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മൂലക രൂപത്തിലൊക്കെയുള്ള ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, ഇങ്ങനെയുള്ള പലതും. ഇതൊക്കെ കൂടിച്ചേർന്ന് പലതും ചേരുന്നു, വിഘടിക്കുന്നു, സങ്കലനം ഉണ്ടാകുന്നു, വിഘടനം ഉണ്ടാകുന്നു ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്ന് ജലം ഉണ്ടാകുന്നൊക്കെ. അത് ഭൂമിയിൽ മാത്രം നടക്കുന്നൊരു സംഭവം നന്നായിട്ട് കാണുന്നു. ഇങ്ങനെ ദ്രവ്യങ്ങൾ പരസ്പരം ചേർന്ന് മറ്റ് വസ്തുക്കൾ ദ്രവ്യരൂപം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് വർഷങ്ങളായി നടക്കുന്ന ഈ പ്രക്രിയയിലൂടെ ജലം ഉണ്ടാകുന്നു. വീണ്ടും അത് തുടരുന്നു. ജലം കൂടാതെ മീഥേൻ ഉണ്ടാകുന്നു, അതുപോലെ അമിനോ അമ്ലങ്ങൾ ഉണ്ടാകുന്നു, ന്യൂക്ലിയിക് ആസിഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ടാകുന്നു, മീഥേൻ ഉണ്ടാകുന്നു. ഇതൊക്കെ എളുപ്പമല്ല, നിരന്തരമായ പ്രക്രിയയാണ്. ഇങ്ങനെ ജലം, അമിനോ അമ്ലങ്ങൾ, മീഥേൻ, ഇങ്ങനെ ഇതൊക്കെ വീണ്ടും ചേർന്നുകൊണ്ട് ന്യൂക്ലിയിക് ആസിഡുകൾ ഉണ്ടാകുന്നു. RNA നിങ്ങൾ കേട്ട് കാണും, DNA നിങ്ങൾ കേട്ട് കാണും, അതുപോലെ ന്യൂക്ലിയോടൈഡുകൾ എന്ന് കേട്ട് കാണും. ഇങ്ങനെയൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടാകുന്ന ഒരു രൂപം, അതാണ് ജീവാണു. ഇതുണ്ടാകുന്നത് ജലത്തിലാണ്. ജീവാണു ഉണ്ടാകണമെങ്കിൽ ജലത്തിൽ മാത്രമേ ജീവാണു ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജലത്തിൽ ജീവാണു രൂപപ്പെട്ടു വന്നു. അതിനെ ആദ്യത്തെ ജീവൻ്റെ തുടിപ്പുള്ള അണുക്കളെയാണ് നമ്മൾ വൈറസുകൾ എന്ന് പറയുന്നത്. ഈ വൈറസുകളും വർഷങ്ങൾ കഴിയുമ്പോൾ, അനുകൂല സാഹചര്യം വരുമ്പോൾ, നേരത്തെ പറഞ്ഞ പ്രക്രിയയുടെ ഫലമായിട്ട് ഊർജം സ്വീകരിച്ച് വളരുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ആ വൈറസുകൾ സ്വയം ജീവാണുവായി മാറുകയും ആ ജീവാണു ജലത്തിൽ തന്നെ പ്രത്യേക രൂപം പാലിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കുളത്തിലും അതിലൊക്കെ പച്ച നിറത്തിൽ കാണുന്നില്ലേ. അപ്പോൾ സൂക്ഷ്മമായ ആദ്യത്തെ ജീവരൂപി സസ്യങ്ങൾ ഉണ്ടാകുന്നു. ജീവാണു ഉണ്ടായി ജലത്തിൽ ആദ്യത്തെ സൂക്ഷ്മ ജീവരൂപിയുണ്ടായി സസ്യം. വീണ്ടും ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവാണുക്കൾ രൂപപ്പെട്ടുവല്ലോ. അതിങ്ങനെ ജലത്തിലൊഴുകി നടക്കുന്നു. അവിടെ ഊർജ്ജം സ്വീകരിച്ച് രൂപമാറ്റങ്ങൾ വരുന്നു. അത് ഒരു വിഭാഗം മത്സ്യങ്ങളായി മാറുന്നു. അങ്ങനെ ഒഴുകി നടക്കുന്ന ജീവാണുക്കൾ ചതുപ്പിലെത്തുന്നു. ചതുപ്പിൽ അടിഞ്ഞുകൂടുന്ന ജീവാണുക്കൾ അവിടെ നിന്ന് ഊർജ്ജം സ്വീകരിച്ച് വളർന്ന് രൂപം പ്രാപിക്കുമ്പോൾ അത് സസ്യങ്ങളായി വളരുന്നു, മരങ്ങളായി, വൃക്ഷങ്ങളായി വളരുന്നു. അങ്ങനെ മാറ്റം വരുന്നു. മറ്റൊരു വിഭാഗം ഈ ചതുപ്പിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാൻ തുടങ്ങുന്ന ഇഴജന്തുക്കളുണ്ടാകുന്നു. ആ ഇഴഞ്ഞ് നീങ്ങുന്ന ചിലത് ഈ മരത്തിൽ പറ്റിപ്പിടിച്ച് കയറുന്നു. ആ മരത്തിൽ പറ്റിപ്പിടിച്ച് കയറി ഉരകങ്ങൾ ഒരു ഭാഗത്തുണ്ടാക്കും. മരത്തിൽ പറ്റിപ്പിടിച്ച് കയറിയവ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ഊർജം നശിക്കുമ്പോൾ, തീരുമ്പോൾ ഊർജം തേടി പാർശ്വ തൊലികൾ വികസിപ്പിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പറന്ന് പകരുന്നു, പക്ഷികളുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ജീവരൂപികൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ആവർത്തിക്കുന്നു, ആദ്യം സസ്യങ്ങളുണ്ടാകുന്നു. അത് ചതുപ്പിലെത്തി, ചതുപ്പ് നിലയങ്ങളിൽ നിന്നും കരപ്രദേശങ്ങളിൽ നിന്നും വന്നപ്പോൾ ചെറു സസ്യങ്ങളായി മാറി വലിയ വൃക്ഷങ്ങളായി മാറുന്നു. അങ്ങനെയാണ് പലതരത്തിലുള്ള, ഇപ്പോൾ പ്ലാവായാലും തെങ്ങായാലും ജാതിയായാലും കവുങ്ങായാലും ഒക്കെ. അപ്പോൾ മക്കൾ അറിയുക, ആദ്യം ഈ ഭൂമുഖത്തുണ്ടായ ജീവരൂപികളിൽ ഒന്ന് സസ്യമാണ്. ആ സസ്യത്തിൽപ്പെട്ട ഒന്ന് തെങ്ങാണ്. ആ തെങ്ങ് ജീവൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് സ്വന്തം രൂപത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് തേങ്ങ. അപ്പോൾ നോക്കൂ, തെങ്ങോ ആദ്യം ഉണ്ടായത്, തേങ്ങയോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, തെങ്ങിൻ്റെ പ്രത്യുൽപാദന രൂപമാണ് തേങ്ങ. തെങ്ങാണ് ആദ്യം ഉണ്ടായത്. കോഴിയോ മുട്ടയോ? കോഴി ഉണ്ടായതിനു ശേഷമാണ് മുട്ടയുണ്ടായത്. കോഴിയുടെ നിലനിൽപ്പിൻ്റെ പ്രത്യുൽപാദന ഘട്ടമാണ് മുട്ട. മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ വന്ന് വ്യത്യസ്ത ജീവരൂപികളിലൂടെ വന്ന് വർഷങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെ ചെടികൾ, മത്സ്യങ്ങൾ, പക്ഷികൾ, പറവകൾ, അതുപോലെ ഉരകങ്ങൾ, മൃഗങ്ങൾ, ഇങ്ങനെ വന്ന്
ഏറ്റവും വലിയ ഈ ഭൂമുഖത്ത് ഏതാണ്ട് 25-30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപരിണാമം വന്ന ഏറ്റവും ഒടുവിലത്തെ ജീവിയാണ് എൻ്റെയും നിങ്ങളുടെയും പൂർവ്വ തലമുറയായ ആദിമ മനുഷ്യൻ. കുരങ്ങിൽ നിന്നുണ്ടായി എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. വ്യത്യസ്തമായ രൂപമാറ്റങ്ങളിലൂടെ കുരങ്ങിൻ്റെയും വകഭേദത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒന്നാണ് നമ്മൾ മനുഷ്യർ എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. ആ മനുഷ്യൻ ഒരുപാട് വളർന്നു. അവിടെ കഥകളിലൊക്കെ അപ്പുറത്ത് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, ശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്ന മനുഷ്യരാണ് യഥാർത്ഥ മാനവികത ഉള്ള മനുഷ്യരായിട്ട് വളരുക. ഇത്തരം പഠനങ്ങളിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചനകൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചത്. ചെറു സൂചനകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പോൾ ജീവൻ എന്നാൽ എന്താണെന്ന് പറഞ്ഞു, ഒരു പ്രക്രിയ. ജീവികൾ ആരാണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ജീവികൾ രൂപപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ വിവിധ ക്ലാസ്സുകളായിട്ട് വിശദമായി പഠിക്കാൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നന്നായി പഠിക്കുക. എൻ്റെ മക്കൾ 7ാം ക്ലാസ്സിലെ മക്കൾ ചോദിച്ചതുപോലെ നിങ്ങൾ നിരന്തരം സംശയങ്ങൾ അധ്യാപകരോട് രക്ഷിതാക്കളുടെ ഉന്നയിക്കുക, ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ അറിവ്, തിരിച്ചറിവ് വർദ്ധിപ്പിച്ച് നമ്മൾ മികവുള്ളവരായി, നല്ലവരായി, വലിയവരായി വളരാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.